ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സുപ്രധാനപ്പെട്ട രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന വലിയ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ ഒരാഴ്ചയെ നമ്മൾ വിളിക്കുന്നത് ദ ഗ്രേറ്റ് വീക്ക്, വലിയ സംഭവങ്ങളുടെ, രക്ഷാകര രഹസ്യങ്ങളുടെ പുനരവതരണമായിട്ടുള്ള ഈ വലിയ ആഴ്ച ഏറ്റവും ഭക്തിയോടും ഏറ്റവും വലിയ പങ്കാളിത്തത്തോടും കൂടെ നമുക്ക് ആചരിച്ച് നമ്മുടെ വിശ്വാസത്തിൽ വളരാൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ മാതൃക നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവം അപേക്ഷിക്കുന്നു, ആശംസിക്കുന്നു. ഈ വലിയ ആഴ്ച ഈശോ ആരംഭിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ സുപ്രധാനമാണ്, വളരെയേറെ അർത്ഥവത്വമാണ്. നിങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, ബെത്ഫാഗയ്ക്കടുത്തുള്ള ബെഥാനിയയിലാണ് കർത്താവ് ഈ ദിവസത്തിൻ്റെ തുടക്കത്തിന് മുൻപ് ചെലവഴിക്കുന്നത്. കർത്താവിന് വളരെ അടുപ്പമുള്ള, കർത്താവിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് ബെഥാനിയ. ബെഥാനിയയിലെ 3 കഥാപാത്രങ്ങളാണ്. ആ 3 കഥാപാത്രങ്ങളും ഒരുപക്ഷെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ 3 ചിത്രങ്ങളാണ്. അതിലെ മൂത്ത സഹോദരി മർത്ത, അവൾ വളരെ സങ്കടത്തോടുകൂടെ കർത്താവിനോടൊരു പരാതി പറയുന്നുണ്ട്. നീ വരുന്നതിനൊരുക്കമായിട്ടുള്ള വിരുന്നൊരുക്കാൻ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. പക്ഷെ മറിയം നിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് നിന്നോട് വർത്തമാനം പറഞ്ഞ് നിന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നീ അവളെ തിരുത്തണം, അവൾ എന്നെ വന്ന് സഹായിക്കണമെന്ന് നീ അവളോട് പറയണം. കർത്താവ് മർത്തായോട് മറുപടി പറഞ്ഞു. ആ മറുപടി മർത്തായ്ക്ക് മാത്രമുള്ള മറുപടിയല്ല, നമ്മുടെ ജീവിതത്തോടുള്ള, നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടുള്ള കർത്താവിൻ്റെ മറുപടിയാണ്. മർത്ത, നീ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതയുള്ളവളും ആകുല ചിത്തയുമാണ്. എന്നാൽ ഒരു കാര്യം മാത്രമേ പ്രധാനപ്പെട്ടതുള്ളൂ. മറിയം അത് തിരഞ്ഞെടുത്തു. ഈ വലിയ ആഴ്ച നമ്മെ വിളിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാനാണ്. നമ്മളെല്ലാം ഒരുപാട് അധ്വാനിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അധ്വാനത്തിൻ്റെ സങ്കീർത്തനങ്ങളാണ്. പക്ഷേ ഈ അധ്വാനത്തിൻ്റെ നടുവിൽ പോലും ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, കുർബാന കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടാത്തത് കൊണ്ടാണ്. സമയം ദൈവത്തിനെ നൽകാൻ സാധിക്കാത്ത മനുഷ്യരുടെ ഒരു ലോകം നമ്മുടെ ചുറ്റുമുണ്ട്. അവരാരും തന്നെ മോശമാണെന്നോ അവരെല്ലാവരും പാപികളാണെന്നോ നിങ്ങൾ കരുതരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള മുൻഗണനകളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് തിരുത്തിയത്. മർത്ത, നീ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആകുലചിത്തയാണ്. എന്നെ സൽക്കരിക്കാൻ നീ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നേ പ്രധാനപ്പെട്ടതുള്ളൂ,
അത് മറിയം തിരഞ്ഞെടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൊരു കാര്യം, വലിയാഴ്ച ഒരു തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ്. ഈ ലോകത്തെ തിരഞ്ഞെടുക്കണമോ, ദൈവത്തെ തിരഞ്ഞെടുക്കണമോ? ഈ ലോകത്തിലെ ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അത് തിരുത്താൻ ദൈവം ഈ ഓശാന തിരുനാളിൽ നമ്മെ ക്ഷണിക്കുകയാണ്. മർത്താ, നീ ഒരുപാട് കാര്യങ്ങളിൽ ആകുലതയാണ്, പക്ഷെ ഞാൻ തിരുത്തട്ടെ നിന്നെ. ഒന്നേ ആവശ്യമുള്ളൂ, അത് മറിയം തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയത്തിൻ്റെ ജീവിതം കർത്താവ് മാതൃകയാക്കി നമുക്ക് നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. നമ്മുടെ കർത്താവിൻ്റെ മുൻപിലെ പുണ്യവാളന്മാരെക്കാൾ കൂടുതൽ പരിഗണന പാപികൾക്കാണ്. കർത്താവ് ആദ്യമായിട്ട് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ടിൽ ഒപ്പിട്ടത് കർത്താവിൻ്റെ വലതുവശത്ത് തൂങ്ങിയ കള്ളന് വേണ്ടിയിട്ടാണ്. ഇടതുവശത്തെ കള്ളൻ കർത്താവിനെ ക്രൂരമായിട്ട് വിമർശിക്കുകയും തെറി വിളിക്കുകയും ചെയ്തപ്പോൾ വലതുവശത്തെ കള്ളൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നോട് ക്ഷമിക്കണേ. അവനെ തിരുത്തിയിട്ട് പറഞ്ഞു, എടാ, ഞാനും നീയും അനുഭവിക്കുന്നത് അർഹിക്കുന്നതാണ്. ഈ മനുഷ്യൻ ഒന്നും തെറ്റും ചെയ്തിട്ടില്ല. ആ തിരുത്താൻ വലതുവശത്ത് കിടന്ന നല്ല കള്ളൻ കാണിച്ച ഒരു മാതൃക നമ്മുടെ ജീവിതത്തിലെ നമുക്കൊരു പാഠമാണ്. നമ്മൾ തിരുത്തേണ്ടവരാണ്. നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ. പക്ഷെ നമുക്ക് തിരുത്താൻ കഴിയണമെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വാക്കുകൊണ്ട് തിരുത്തുന്നതിനേക്കാൾ ദൈവത്തിന് പ്രിയങ്കരം ജീവിതം കൊണ്ട്, മാതൃക കൊണ്ട് തിരുത്തുന്നതാണ്. മാതൃക കൊണ്ട് നമുക്ക് തിരുത്താൻ കഴിയട്ടെ. മറിയം പാപിനിയാണ്, സത്യമാണ്. പക്ഷെ അവൾ കാൽപാദങ്ങളിൽ ഇരുന്ന് കർത്താവിനെ കേൾക്കാൻ കാണിച്ച ആ വലിയ മാതൃക ഈ വലിയ ആഴ്ചയിലേക്ക് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ. സ്നേഹമുള്ളവരെ, ലാസർ മരിച്ചു. കർത്താവ് തൻ്റെ ഉത്ഥാനത്തിന് മുൻപ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ലാസറിൻ്റെ ഉത്ഥാനമാണ്. ഒരുപക്ഷെ ഓശാന കൊണ്ടാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്ഥാനം ആരംഭിക്കുന്നത് ഓശാനയിലും മരണത്തിലും സങ്കടത്തിലും സംഘർഷത്തിലുമാണ്. ഓശാന ഒരു വലിയ ആഘോഷമാണ്. പക്ഷെ ആ ആഘോഷം എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് സമതലങ്ങളിലേക്കല്ല, കാൽവരിയിലേക്കാണ്. ഈ കാൽവരിയിലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ കുരിശിനോടുകൂടെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഇണങ്ങിയും പിണങ്ങിയും വർഷങ്ങൾ പിന്നിടുന്നു. 25 വർഷം, 50 വർഷം, 60 വർഷം. ഞാനൊരു കാര്യം അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ ഈ താളക്രമത്തിലുള്ള ജീവിതമുണ്ടല്ലോ, ചിലപ്പോഴേ നിങ്ങൾ താളം തെറ്റി പാടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒന്നിച്ചുള്ള നിലനിൽപ്പുണ്ടല്ലോ, അത് ഈ ലോകത്തോട് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. മനുഷ്യൻ കരം കോർത്ത് കൂട്ടായ്മയിലെ കൂട്ടുത്തരവാദിത്വത്തിൽ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പുറപ്പാടിൻ്റെ പുസ്തകം
ഇസ്രായേൽ മക്കൾ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു പോകുന്നതാണ്. ഈ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിൽ ധാരാളം ക്ലേശങ്ങളുണ്ടായിരുന്നു, ധാരാളം കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. മോശയെയും അഹറോനെയും അവർ കുറ്റപ്പെടുത്തി. മോശയോടും അഹറോനോടും പറഞ്ഞു, ഞങ്ങൾ ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞതിനേക്കാളും കഷ്ടമാണ് ഈ ക്ലേശകരമായിട്ടുള്ള യാത്ര. നീ ഞങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? സ്വർഗത്തിലേക്കുള്ള യാത്ര ക്ലേശങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ടല്ലേ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞത്, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അതുകൊണ്ട് പുറപ്പാടിലെ ജനങ്ങളിലൂടെ ഇന്നത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കണ്ണുനീരുമെല്ലാം കർത്താവ് നമ്മളെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുന്നതിൻ്റെ അടയാളമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് ജനിച്ചപ്പോൾ നക്ഷത്ര വെളിച്ചം കണ്ട് കിഴക്ക് നിന്ന് 3 രാജാക്കന്മാർ പുറപ്പെട്ടു. അവരെ രാജാവ് ജനിക്കുന്നത് രാജകൊട്ടാരത്തിലാണെന്ന് കരുതി ഹെറോദോസിൻ്റെ ഭവനത്തിൽ ചെന്നു. അവിടെ നിങ്ങൾ കാണുന്നുണ്ട്, നക്ഷത്രം കണ്ടില്ല. വഴി തെറ്റിപ്പോകുന്നവരുടെ മുൻപിൽ കർത്താവിൻ്റെ വഴി കാട്ടുന്ന നക്ഷത്രം. ഈ വലിയ ആഴ്ച നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു വലിയ സത്യമുണ്ട്. നമ്മുടെ സംഘർഷങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ കണ്ണുനീരുമെല്ലാം ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മളെ നടത്തുന്ന നക്ഷത്രങ്ങളാണ്. ഇന്നത്തെ രണ്ടാമത്തെ വായന ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഏശയ്യാ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ദൈവം കണ്ടു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ദൈവത്തിൻ്റെ ശിക്ഷയല്ല, ദൈവം ഒരുക്കുന്ന വഴികളുടെ സങ്കീർത്തനമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടല്ലോ, അത് ദൈവം നിങ്ങളുടെ മേലെ അയച്ച ശാപമല്ല. അത് നിങ്ങൾ വഴിതെറ്റാതെ ലക്ഷ്യത്തിലെത്തുവാൻ ദൈവം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. യെശയ്യാ പറയുകയാണ്, ഇതാ രക്ഷ വരുന്നു, ഇതാ അവിടുത്തെ പ്രതിഫലം നിങ്ങൾ കാണുന്നു, രക്ഷയുടെ കവാടത്തിൽ നിങ്ങൾ നിൽക്കുന്നു. എന്നിട്ട് യെശയ്യാ പറയുകയാണ്, രക്ഷ സുഖസൗകര്യങ്ങളുടെ വർധനവല്ല, സങ്കടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും സങ്കീർത്തനമാണ്. അതുകൊണ്ട് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ ദുഃഖങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ തന്നെ നാശത്തിൻ്റെ അടയാളങ്ങളല്ല, രക്ഷയുടെ അടയാളങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഇന്നത്തെ മൂന്നാമത്തെ വായന അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ 4-ാമത്തെ അധ്യായം 12 തൊട്ട് 20 വരെയുള്ള വചനങ്ങളാണ്. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ശാരീരിക ബലഹീനതകൾ ഞാൻ മറക്കുന്നില്ല. എൻ്റെ ശാരീരിക ബലഹീനതകൾ എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഇത്ര മനോഹരമായിട്ടുള്ളൊരു ചിന്തയാണ്. എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, ഞാൻ നേരിടുന്ന പ്രതിസന്ധികൾ, ഇത് നാശമല്ല, അത് ഉത്ഥാനത്തിൻ്റെ കുഴൽ നാദമാണ്. ഉത്തിതൻ്റെ വിജയത്തിൻ്റെ കൊടിയുടെ കൂട്ടുപങ്കാളിത്തമാണ്. അപ്പോസ്തലൻ ഗലാത്യയിലെ സഭയോട് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്, അവൻ എനിക്ക് നൽകുന്ന സങ്കടങ്ങളും സംഘർഷങ്ങളും രൂപാന്തരീകരണത്തിൻ്റെ അടയാളമാണ്. എവരി സഫറിങ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാനുണ്ട്, ക്രിസ്തുമതം നമുക്ക് നൽകുന്നത്
സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ പ്രസവ വേദനയാണ് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സങ്കടനങ്ങളും നമ്മുടെ സംഘർഷങ്ങളൊക്കെ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ സഭ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധി. പക്ഷെ എനിക്കൊരിക്കലും നിരാശ തോന്നിയിട്ടില്ല. നമ്മുടെ ഈ ബസിലിക്ക പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്. പക്ഷെ ഇവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ദൈവം നമ്മെ നടത്തുന്ന വഴികളിലെ സങ്കടങ്ങളും സംഘർഷങ്ങളും ഒക്കെ തന്നെ ദൈവം നമ്മെ മറന്നതിൻ്റെ അടയാളമല്ല, ദൈവം നമ്മെ ഓർക്കുന്നതിൻ്റെ അടയാളമാണ്. ദൈവം നമ്മെ മറന്നു പോയിട്ടില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ അടയാളമാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിലെ 25 തുടങ്ങി 40 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു സുവിശേഷമാണിത്. കർത്താവിനെ ആഘോഷമായിട്ട് ജെറൂസലേമിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ഒരു കഴുതയെ കിട്ടണം. ഇതുവരെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതയെ കിട്ടണം. നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും. നിങ്ങളതിനെ അഴിക്കുക. അതിൻ്റെ ഉടമസ്ഥൻ നിങ്ങളോട് തർക്കിക്കാൻ വന്നാൽ നിങ്ങൾ പറയണം, ഞങ്ങൾ ഇതിനെ അഴിക്കുന്നത് കർത്താവായ ഈശോ ആവശ്യപ്പെട്ട പ്രകാരമാണ്. ഇതിനെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഈ വലിയ ആഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാനും നിങ്ങളും കെട്ടപ്പെട്ട കഴുതകളാണ്. കർത്താവ് നമ്മളെ അഴിക്കുന്നുണ്ട്. അഴിക്കുന്നതിൻ്റെ സഹനങ്ങൾ, ആ അഴിക്കുന്നതിൻ്റെ സങ്കടങ്ങൾ, ആ അഴിക്കുന്നതിൻ്റെ വേദനകൾ മനസ്സിലാക്കുക. ദൈവം ശിക്ഷിക്കുന്നതല്ല, ദൈവം തൻ്റെ സഹനത്തിൽ എന്നെ കൂട്ടുപങ്കാളിയായി ചേർക്കുന്നതാണ്. ഞാൻ എപ്പോഴും ഭരണങ്ങാനത്ത് പോകുമ്പോൾ അൽഫോൻസമ്മയുടെ ഖബറെടുത്ത് പോകാറുണ്ട്. ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ, വളരെ കുറച്ച് നാളുകളെ ജീവിച്ചുള്ളൂ. എന്നും സഹനമായിരുന്നു. പുള്ളി ഒരു TB പേഷ്യൻ്റ് പോലെയായിരുന്നു. പക്ഷെ അൽഫോൻസമ്മ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കാർക്കും ഇല്ലാത്ത സഹനം എനിക്ക് തമ്പുരാൻ തരുമ്പോൾ നിങ്ങളെ ആരെയും തമ്പുരാൻ ഓർക്കുന്നില്ല, എന്നെയാണ് തമ്പുരാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ക്രിസ്തുമതം ഒരു ലോട്ടറി അടിക്കുന്നതല്ല. അല്ല, കുരിശിൻ്റെ വഴിയിലൂടെ ഉത്ഥാനത്തിലേക്കുള്ള യാത്രയാണ്. എവിടെയാണോ സഹനമുള്ളത് അത് കാൽവരിയുടെ പങ്കാളിത്തമാണ്. എവിടെയാണോ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് അവിടെ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ മറക്കാൻ പാടില്ല 2 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് 5-ാം സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ശമയോൻ. കുരിശ് താങ്ങാൻ കഴിവില്ലാതെ കർത്താവ് നിലത്ത് വീണപ്പോൾ കുരിശിൽ ജീവനോടെ തറച്ചു കൊല്ലണമെന്ന് യഹൂദന്മാർക്ക് വാശിയുണ്ടായതുകൊണ്ട് ഇവൻ വഴിയിൽ ചത്തുപോകാൻ പാടില്ല, മരിച്ചു പോകാൻ പാടില്ലെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ശമയോനെ വിളിച്ചു. ശമയോൻ കൗറിയൻകാരനായ മനുഷ്യൻ ജെറൂസലേമിൽ വന്നതാണ്, അവിചാരിതമായിട്ട് കണ്ടതാണ്. പക്ഷെ കർത്താവിൻ്റെ കുരിശ് ചുമക്കുന്നതിൽ ശമയോൻ കൂട്ടുപങ്കാളിയായി. ഇന്ന് ചരിത്രത്തിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ഓർക്കുന്നൊരു കഥാപാത്രമാണ് ശമയോൻ. ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷവും സുഖസൗകര്യങ്ങളുടെ നടുവിൽ ലോട്ടറി കിട്ടിയതുപോലെ ജീവിക്കാനല്ല, സങ്കടങ്ങളുടെ നടുവിൽ. കർത്താവിൻ്റെ മുഖം രക്തം കൊണ്ട് കുതിർന്നപ്പോൾ സങ്കടം തോന്നിയ വെറോനിക്ക കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ മുഖം തുടച്ചു. ആദ്യമായിട്ട് കർത്താവിൻ്റെ ഫോട്ടോഗ്രാഫി അവളുടെ ആ തുവാലയിലാണ്. The first photograph of Jesus according to scriptural narration, അവളുടെ തുവാലയിലാണ് കർത്താവിൻ്റെ മുഖം പതിഞ്ഞത്.
ഞാനും നിങ്ങളും മനസ്സിലാക്കണം, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ സംഘർഷങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ കളിയാക്കപ്പെടലുകൾ എല്ലാം തന്നെ കർത്താവിൻ്റെ മുഖം പതിയുന്ന വെള്ളശീലകളാണ്. ആ വെള്ളശീലകൾ നമുക്ക് കർത്താവിനെ സമ്മാനിക്കുന്നു. അതുകൊണ്ട് ഈ വലിയ ആഴ്ചയിലെ ഓശാന പ്രദക്ഷിണം നമ്മെ ക്ഷണിക്കുന്നത് ആഘോഷങ്ങളിലേക്കല്ല, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിലുള്ള കൂട്ടുപങ്കാളിത്തത്തിലേക്കാണ്. ഉത്ഥാന ഞായറാഴ്ച കർത്താവ് കൊടി പിടിച്ച് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, മരണം കൊണ്ട് മരണത്തെ കീഴടക്കിയ കർത്താവ്. എത്ര മനോഹരമായിട്ടുള്ള പൗലോസിൻ്റെ വാക്കുകളാണ്. മരണം കൊണ്ട് മരണത്തെ കീഴടക്കിയ കർത്താവ് നമുക്ക് സഹനം കൊണ്ട് കർത്താവിൻ്റെ കൂട്ട് പങ്കാളികളാകാൻ കാരണമാകട്ടെ. നമ്മൾ കർത്താവിൻ്റെ സ്തുതി പാടുന്നവരാകട്ടെ. ഓശാനയ്ക്ക് പാടിയ സ്തുതിഗീതങ്ങൾ നമ്മുടെ കണ്ണുനീരിൻ്റെയും സങ്കടങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഒക്കെ സ്തുതിഗീതങ്ങളാണ്. നമുക്ക് കർത്താവിനെ എതിരേറ്റ ജെറൂസലേമിലെ സ്ത്രീകളെ പോലെ നമ്മുടെ ഇല്ലായ്മകൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും കർത്താവിനെ എതിരേൽക്കാൻ കഴിയട്ടെ. അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞ മനോഹരമായിട്ടൊരു പ്രാർത്ഥന ഓർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സങ്കടങ്ങളും എൻ്റെ കഷ്ടപ്പാടുകളും കർത്താവ് എന്നെ മറന്നതിൻ്റെ അടയാളമല്ല, കർത്താവ് എന്നിൽ രൂപപ്പെടുന്നതിൻ്റെ പ്രസവവേദനയാണ്. അതുകൊണ്ട് ഈ വലിയ ആഴ്ചയിലെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ, നമ്മുടെ കുടുംബജീവിതങ്ങളിലെ, നമ്മുടെ സമൂഹ ജീവിതങ്ങളിലെ സങ്കടങ്ങൾക്കും സംഘർഷങ്ങൾക്കും സഹനങ്ങൾക്കും ത്യാഗങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടെന്നുള്ളൊരു ചിന്ത, ആ അർത്ഥം മുട്ടിട്ട പൂവാണ് നമ്മുടെ ഉത്ഥാനത്തിൻ്റെ പെരുന്നാൾ. മുൾച്ചെടിയിലെ മുട്ടിട്ട റോസാപ്പൂവ്, അത് വിരിയുമ്പോഴുള്ള സൗന്ദര്യം സഹനങ്ങളുടെ നടുവിലെ കർത്താവിൻ്റെ റോസാ പൂക്കളായിട്ട് വിരിയാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ടല്ലേ നമ്മൾ കൊച്ചു ത്രേസ്യായ മനോഹരമായിട്ടൊരു ഓമനപ്പേര് വിളിക്കുന്നത് ചെറുപുഷ്പം. കർത്താവിനെ പുഷ്പമായി അവൾ വിരിഞ്ഞത് സങ്കടങ്ങളിലാണ്, അവൾ വിരിഞ്ഞത് രോഗങ്ങളിലാണ്, അവൾ സഹിച്ചത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ വിജയത്തിൻ്റെ ആഘോഷമാണ്. പ്രിയപ്പെട്ട അൽഫോൻസമ്മ നമുക്ക് മാതൃകയാണ്. സഹനങ്ങളിലൂടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്തോഷം ആഘോഷിച്ചു. നമ്മളെല്ലാം ഇന്ന് ഓശാന പ്രദക്ഷിണത്തിന് കൂടാൻ പോവുകയാണ്. ഓല പിടിച്ച് ഈ വഴിയിലൂടെ നടക്കും. പക്ഷെ ഓശാന പ്രദക്ഷിണം ആണ്ടുവട്ടത്തിലെ ഒരു ദിവസം നടത്തുന്നതല്ല, ജീവിതത്തിലെ മുഴുവൻ ഓശാനയുടെ വഴികളിലെ കർത്താവിൻ്റെ കുരുത്തോലകൾ നമ്മുടെ ജീവിത സാക്ഷ്യം ഉയർത്തിപ്പിടിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം മുഴുവൻ പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും കഷ്ടപ്പാടുകളുടെയും കണ്ണുനീരുകളുടെയും നടുവിലൂടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രസവവേദന ഏറ്റെടുക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.